ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കിങ്ഡം ക്വസ്റ്റ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന വിലയേറുന്ന സമയത്തിനെ ഓർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഇന്ന് ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിപ്പാൻ ഇടയാകട്ടെ. ഒരു വേദഭാഗം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. വാക്യം ഇങ്ങനെയാണ്: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആദ്യം അവൻ്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, രണ്ടാമത് അവൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും. ഏതൊക്കെയും കിട്ടുമെന്നാണ് ആ തിരുവെടുത്ത് നമ്മൾ മുകളിലോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 31 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. എന്താണ് നിങ്ങൾ കഴിക്കുന്നത്, എന്താണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്, കുടിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭാരപ്പെടേണ്ട. ജാതികൾ ഇതൊക്കെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം മുൻപേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും അവൻ്റെ നീതിയെക്കുറിച്ചും അന്വേഷിപ്പിൻ, എന്നാൽ ഇതൊക്കെയും ലഭിക്കും. നിങ്ങൾ എന്ത് കഴിക്കണമോ എന്ത് കുടിക്കണമോ, നിങ്ങളുടെ ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യമുള്ളത് എന്താണോ, നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് എന്താണോ അത് ലഭിക്കുവാൻ ഒന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചൊന്നറിയണം, രണ്ട് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ദൈവത്തിന് ഒരു രാജ്യമുണ്ട്. ഒന്ന്, ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിപ്പെന്ന് പറയുമ്പോൾ, അവൻ്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിപ്പെന്ന് പറയുമ്പോൾ, ഒന്ന് ദൈവത്തിന് രാജ്യമുണ്ട്. ആ രാജ്യത്തിനകത്ത് ഒരു നീതി വ്യവസ്ഥിതിയുണ്ട്. അത് നീ അറിഞ്ഞിരിക്കണം. ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യം ഭരിക്കപ്പെടുന്ന ഒരു ഭരണാധികാരി ഒന്നാമതുണ്ടായിരിക്കണം. രണ്ട്, ആ ഭരണാധികാരി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഭരിക്കപ്പെടുവാനൊരു ഭൂപ്രദേശമുണ്ട്. ആ ഭൂപ്രദേശത്തിനെയാണ് രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭരിക്കുന്നത് ഒരു രാജാവാകാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയാകാം, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാകാം. അപ്പോൾ ഭരണകർത്താവുണ്ട്. ആ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്, അതിനൊരു തലസ്ഥാനമുണ്ട്. ആ രാജ്യത്തിന് നിയമങ്ങളുണ്ട്, രാജ്യത്തിന് പ്രജകളുണ്ട്, രാജ്യത്തിന് സൈന്യമുണ്ട്, രാജ്യത്തിന് എന്നിത്യാദി എല്ലാ കാര്യങ്ങളും ചേർന്നാലേ ഒരു രാജ്യമാകുകയുള്ളൂ. കുറച്ച് പ്രജകൾ മാത്രം കൂടിയിരുന്നാൽ അതൊരിക്കലും രാജ്യമാകത്തില്ല. കുറച്ച് സൈന്യം മാത്രം കൂടി നിന്നാൽ അതൊരിക്കലും ഒരു രാജ്യമാകത്തില്ല. കുറച്ച് നിയമങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരു രാജ്യമാകത്തില്ല. എന്നാൽ ആ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊരു രാജ്യമാകത്തില്ല. ഒരു രാജാവ് തനിയെ വന്നാലും എന്ത് ചെയ്യത്തില്ല, രാജ്യമാകത്തില്ല. രാജാവുണ്ട് എങ്കിൽ രാജ്യവും കൂടെ കാണണം. അല്ല, രാജാവ് മാത്രം ഇങ്ങോട്ട് വന്നു എന്ന് ചിന്തിത്തില്ല, രാജ്യമുണ്ടാകത്തില്ല. ആദ്യം രാജാവ് വരുന്നത് കൊണ്ട് രാജ്യം രണ്ടാമത് വരുമെന്നില്ല. അപ്പോൾ വന്ന ആൾ ഒരിക്കലും രാജാവാകുന്നില്ല. രാജ്യം എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, രാജാവാകത്തുള്ളൂ. എൻ്റെ കർത്താവ് ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ തന്നെ വിദ്വാൻമാർ വന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവാകാൻ പോകുന്നവൻ പിറന്നവൻ എവിടെ എന്നല്ല, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കാരണം എൻ്റെ കർത്താവ് ജനിച്ചത് തന്നെ രാജാവായിട്ടാണ്. അല്ലെങ്കിൽ രാജാവാകുവാൻ വേണ്ടി ജനിച്ചവനല്ല, അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ രാജാവാണ്. യെശയ്യാ പ്രവചനം
9-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് സമാധാനത്തിനും അവസാനം ഉണ്ടാവുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിന്മേലും ഇന്നു മുതൽ എന്നേക്കും അവൻ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച അതിനെ നിലനിർത്തും. ആ വാക്യം നമുക്ക് വായിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന് ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, അവൻ മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആധിപത്യം, ഗവൺമെൻറ്, ആധിപത്യം അപ്പോൺ ദ ഷോൾഡർ എന്നാണ് ഇംഗ്ലീഷിലൂടെ വായിക്കുന്നത്. ആധിപത്യം അവൻ്റെ തോളിൽ എന്താണ്? ചുമലിലിരിക്കും. ചുമലിൽ ആധിപത്യവുമായിട്ടാണ് ശിശു നൽകപ്പെടുന്നത് തന്നെ. തിരുവഴുത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്: അവൻ അത്ഭുത മന്ത്രിയായിട്ടാണ് ജനിക്കുന്നത്. മന്ത്രിയാകാൻ വരുന്നവനായിട്ടല്ല ജനിക്കുന്നത്, അവൻ നിത്യപിതാവായിട്ടാണ് ജനിക്കുന്നത്. അവൻ പിതാവാകാൻ പോകുന്നവനായിട്ടല്ല, അവൻ നിത്യത മുതലേ നിത്യമായ പിതാവാണ്. അവൻ നിത്യമായിട്ട് അവൻ മന്ത്രിയാണ്, നിത്യമായിട്ട് അവൻ രാജാവാണ്. അവൻ അത്ഭുത മന്ത്രി, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭുവായിട്ട് എൻ്റെ കർത്താവുണ്ടോ അവിടെ സമാധാനമുണ്ട്. അവൻ സമാധാനം ഉണ്ടാക്കി തരുന്നവനല്ല, ഓൾറെഡി അവൻ സമാധാനമാണ്. എൻ്റെ കർത്താവ് അവൻ സമാധാനമാണ്. എൻ്റെ കർത്താവ് ജനിച്ചപ്പോൾ തന്നെ രാജാവായിട്ട് അധികാരത്തോടു കൂടി തന്നെ വന്നു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് തെളിവായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ കർത്താവ് ജനിക്കുന്നത് തന്നെ അവൻ ആധിപത്യവും തോളിലേന്തിയാണ്. അധികാരമില്ലാത്തവനായിട്ടല്ല, അധികാരത്തോടുകൂടി അവൻ എന്നേക്കും രാജാവെന്നാണ്. അവൻ കുറച്ചു കാലം രാജാവല്ലാതിരിക്കുമെന്നല്ല, അവൻ എന്നേക്കും രാജാവെന്നാണ്. അവൻ എന്നേക്കും രാജാവെന്നാണ് നാം തിരുവെഴുത്തിൽ അവനെ കുറിച്ച് വായിക്കുന്നത്. കർത്താവിൻ്റെ ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് നിയമങ്ങളുണ്ട്. 2, ആ രാജ്യത്തിന് പ്രജകളുണ്ട്, ആ രാജ്യത്തിന് സൈന്യമുണ്ട്, ആ രാജ്യത്തിന് ഭരണഘടനയുണ്ട്, ആ രാജ്യത്തിനൊരു രാജാവുണ്ട്, ഒരു ഭരണകർത്താവുണ്ട്. ഭരണകർത്താവ് നിലനിർത്തുന്നതായ നിയമങ്ങളുണ്ട്, രാജ്യത്തിൻ്റെ ഭരണഘടനയുണ്ട്, പ്രജകളുണ്ട്, സൈന്യമുണ്ട്. ഇതെല്ലാം അടങ്ങുന്നതാണ് ഒരു രാജ്യമെങ്കിൽ എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിന് ഒരു നിയമമുണ്ട്. ദൈവം അബ്രഹാമിനോടൊരു വാഗ്ദത്തം ചെയ്യുവാനിടെ അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചപ്പോൾ, മെസൊപ്പൊത്താമിയയിൽ നിന്ന് വിളിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുവാനിടെ ഇടയായി, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുക, ആ ദേശം നിനക്ക് അവകാശമായി തരും, ആ ദേശത്ത് നിനക്ക് സന്തതിയെയും സന്തതി പരമ്പരയും തലമുറയും തരുവാനിരിക്കും ഇടയാകും, അവരോട് ഞാനൊരു നിയമം ചെയ്യുവാനിടയാകും, ഞാൻ നിന്നോട് ചെയ്യുന്ന നിയമം നിന്റെ തലമുറയോടും കൂടെ ഇരിക്കുവാനിടയാകും എന്ന് അബ്രഹാമിനോടൊരു വാഗ്ദത്തം ചെയ്തിട്ട് ദൈവം അബ്രഹാമിന് ഒരു ദേശം അബ്രഹാമിന് അവകാശമായി കൊടുത്തു. അബ്രഹാമിന് ശേഷം അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് ആ ദേശം അവകാശമായി ലഭിക്കുവാനിടയായി. അതിനുശേഷം അതൊരു രാജ്യമായി പരിണമിക്കുവാനിടയായെങ്കിൽ ആ രാജ്യത്തെ ഭരിക്കുവാൻ ദൈവം ഒരു പ്രമാണം കൊടുക്കുവാനിടയായി, ദൈവം ഒരു രാജാവിനെ കൊടുക്കുവാനിടയായി. ആ രാജ്യം എങ്ങനെ ഭരിക്കണം, ആ രാജ്യം ഏത് നിലവാരത്തിലാണ് പോകേണ്ടത്, അതിൻ്റെ ആത്മീക തലം എന്താണ്, അതിൻ്റെ ഭൗതിക തലം എന്താണ്, ആ രാജ്യത്തിന് സൈന്യങ്ങൾ എങ്ങനെ ഉണ്ടാകണം, ആ രാജ്യത്തെ ഏത് രീതിയിലാണ് ഭരണം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇത്യാദി പ്രമാണങ്ങൾ ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്തു എങ്കിൽ, അതൊരു രാജ്യമായി തീർന്നുവെങ്കിൽ, പിന്നീട് ആ രാജ്യത്തിന് ശേഷമായിട്ട് പഴയ വ്യവസ്ഥകൾ മാറ്റി പുതിയ നിയമവും പുതിയ ഉടമ്പടിയും യേശുക്രിസ്തു സ്ഥാപിച്ചു. പഴയ വ്യവസ്ഥകളെല്ലാം യേശുക്രിസ്തു മാറ്റിയിട്ട് പുതിയ ഒരു നിയമവും പുതിയ ഒരു ഉടമ്പടിയും യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ അവിടുന്ന് സ്ഥാപിക്കുവാനിടയായി. ഇസ്രായേലിന് ദൈവം കൊടുത്ത പഴയ രാജ്യം അക്ഷരീകമാണ് എങ്കിൽ പുതിയ രാജ്യം ഒരു ആത്മീക രാജ്യമാണെന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. ഇസ്രായേലിന് ദൈവം കൊടുത്തത് പഴയ ഒരു രാജ്യം, നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു രാജ്യമായിരുന്നുവെങ്കിൽ, ദൈവം പുതിയ
നിയമത്തിന് പുതിയ രാജ്യമാക്കി ദൈവം കൊടുത്തത് നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല, പക്ഷെ നിന്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് അതിനെ അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. നിന്റെ ശരീരം കൊണ്ട്, ആത്മീക ശരീരം കൊണ്ട് അതിനെ അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. നിന്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് അതിനെ കാണുവാൻ കഴിയുന്നതാണ്. കർത്താവ് യേശുക്രിസ്തു നിക്കോദീമോസിനോട് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നീ പുതിയതായി ജനിച്ചെങ്കിൽ, പുതുതായിട്ട് ജനിച്ചെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിനക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുള്ളൂ. യേശുക്രിസ്തു വീണ്ടും അവന് സംശയം, നീ വീണ്ടും ജനിക്കണമോ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. വെള്ളത്താലും ആത്മാവിന് ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് രാജ്യത്തിലെ രാജാവ് തന്നെ പറയുകയാണ്. രാജ്യത്തിൻ്റെ നിയമമാണത്. വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് നിനക്ക് കയറുവാൻ കഴിയത്തുള്ളൂ. എങ്കിലേ ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ നിനക്കായിരിക്കുവാൻ കഴിയത്തുള്ളൂ. എങ്കിലേ ആ രാജ്യത്തിൻ്റെ സംരക്ഷണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. എങ്കിലേ ആ രാജ്യത്തിൻ്റെ നന്മ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ആ രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നന്മ നിനക്ക് അനുഭവിക്കണമോ, ആ ദൈവരാജ്യത്തിൻ്റെ നീതി നിനക്ക് ലഭിക്കണമോ, ആ ദൈവരാജ്യത്തിൻ്റെ നന്മ ലഭിക്കണമോ, നീതി ലഭിക്കണമോ, അതിൻ്റെ അവകാശം ലഭിക്കണമോ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്കിത് ലഭിക്കുവാൻ കഴിയുന്നതല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അക്ഷരീക രാജ്യമായ ഇസ്രായേലിൻ്റെ അവിടുത്തെ രാജ്യത്തിൻ്റെ നന്മ ലഭിക്കണമെങ്കിൽ, രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കണമെങ്കിൽ നീ ഇസ്രായേലായി ജനിച്ചില്ല എങ്കിൽ പോലും ഇസ്രായേൽ മത അനുസാരിയായിട്ട് മാറ്റപ്പെട്ടാൽ നിനക്ക് ആ രാജ്യത്തിൻ്റെ ഭൗതിക നന്മകളൊക്കെ നിനക്ക് ലഭിക്കുവാനിടയാകും. എന്നാൽ ഒരു ആത്മീക രാജ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു രാജാവായിരിക്കുന്ന രാജ്യത്തിൻ്റെ അവകാശം നിനക്ക് ലഭിക്കണമെങ്കിൽ, നന്മ ലഭിക്കണമെങ്കിൽ, അതിനകത്തെ പൗരത്വം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. നീ പുതുതായി ജനിക്കുവാനിടയാകണം. പുതിയതായി ജനിച്ചില്ല എങ്കിൽ ഇതിൻ്റെ ഒരു നന്മയും നിനക്ക് അനുഭവിക്കുവാൻ കഴിയില്ലെന്നല്ല, ഈ നന്മ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ പോലും കഴിയത്തില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. പഴയ രാജ്യം അക്ഷരീകമാണ്, പുതിയ രാജ്യം ആത്മീകമാണെന്ന് പറയുവാൻ തിരുവചനത്തിൽ ഒട്ടനവധി തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു തന്നെ പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ, എൻ്റെ രാജ്യം ഇഹത്തിൽ നിന്നായിരുന്നുവെങ്കിൽ, എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നായിരുന്നു എങ്കിൽ എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു, എന്നെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു. അപ്പം എൻ്റെ രാജ്യം ഐഹികമല്ല, ഇഹത്തിൽ നിന്നുള്ളതല്ല, ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. പിന്നെ എങ്ങനെയാണ്? നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയാത്ത മറ്റൊരു ലോകത്തിൽ നിന്നാണ്, എന്നാൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന സ്പിരിച്വൽ വേൾഡ്, സ്പിരിച്വൽ വേൾഡിൽ നിന്ന്, അതൊരു ആത്മീക ലോകത്തിൽ നിന്നാണ്. ഈ ആത്മീക ലോകത്തിലേക്ക് കയറുവാൻ കഴിയണമെങ്കിൽ നീ ആത്മാവിനാൽ ജനിക്കണം, നീ വെള്ളത്താൽ ജനിക്കണം, നീ പുതുതായി ഒന്ന് ജനിക്കുവാനിടയാകണം. നിന്റെ മനസ്സിൻ്റെ അകത്ത് നിന്ന് നിനക്കൊരു ജനനമുണ്ടാകണം. നിന്റെ അകത്തെ മനുഷ്യൻ ജനിക്കണം, നിന്റെ പുറമേ ഉള്ള ജനനമല്ല. നിന്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. അവിടെയാണ് നിനക്ക് ജനനമുണ്ടാകേണ്ടതെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കും. എൻ്റെ യേശു ജനിച്ചത് രാജാവായിട്ടാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ യേശുവിന് രാജ്യമില്ല, ഇനിയും രാജ്യം വരും എന്നാണ് എല്ലാവരും പറയുന്നത്, പ്രസംഗിക്കുന്നതും അതുതന്നെ, പഠിപ്പിക്കുന്നതും അതുതന്നെ. രാജ്യമില്ലാതെ യേശുക്രിസ്തു കുറച്ച് നാൾ ഇതിലെ വന്നൊരു 33.5 വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതിനുശേഷം വീണ്ടും പോയിട്ട് വീണ്ടും ഒരു വരവും കൂടെ വരുന്നുണ്ട്. അന്നേരം രാജ്യവുമായിട്ട് എന്ത് ചെയ്യും? എൻ്റെ കർത്താവ് വരുമെന്ന് പഠിപ്പിക്കുന്ന ഈ ജനസമൂഹത്തിൻ്റെ മുൻപിൽ തിരുവെഴുത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ജനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇസ്രായേലിൽ എന്ത് ചെയ്യും? രാജാവായിട്ട് വന്നിട്ട് ഇരുന്ന് വാഴുവാനിടയാകും. 1000 ആണ്ട് അവൻ യെരൂശലേമിൽ സിംഹാസനസ്ഥനായിട്ടിരുന്ന് വാഴുമെന്ന് പ്രസംഗിക്കുമ്പോൾ
തിരുവെടുത്തൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ ചില കാര്യം നമുക്ക് മനസ്സിലാകുവാനിടയാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ തിരുവെടുത്ത് നാം കാണുകയാണ്: ദേശമേ ദേശമേ, യഹോവയുടെ വചനം കേൾപ്പിൻ, ഇയാളെ മക്കളില്ലാത്തവനെന്നും ആഴ്കാലമൊക്കെയും ശുഭം വരാത്തവൻ എന്നും എഴുതുവിൻ. ഇനി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ജനത്തോട് അരുളി ചെയ്തതാണ്. ഇനി യഹൂദയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു വാഴുവാൻ ഒരുത്തനും ശുഭം വരത്തില്ലെന്ന്. അന്നേരം നമ്മളിവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കുക, കർത്താവ് വരും, വന്നിട്ട് ഇനിയും യഹൂദയിൽ സിംഹാസനത്തിൽ കയറിയിരുന്ന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എന്ത് ചെയ്യും? ഭരിക്കും. ഞങ്ങളും കർത്താവിൻ്റെ ഇടത്തും വലതും സിംഹാസനങ്ങളിൽ കയറിയിരിക്കും. അതിനോട് ചേർന്ന് അപ്പോസ്തലന്മാരും കയറിയിരിക്കും. 12 ഗോത്രങ്ങളിലുള്ള ഗോത്ര തലവന്മാരും കയറിയിരിക്കും എന്നിങ്ങനെ പ്രസംഗിക്കുമ്പോൾ തിരുവെടുത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: ഇനി യഹൂദയിൽ ഒരുത്തനും സിംഹാസനത്തിലിരിക്കുവാൻ ശുഭം വരത്തില്ല. എൻ്റെ കർത്താവിന് ഒരു വാക്കേ ഉള്ളൂ, ഊവ് ഊവ് എന്നും തോന്നുമ്പം മാറ്റി പറയുന്നുള്ള ആളല്ല എൻ്റെ കർത്താവ്. അവൻ പറഞ്ഞുവെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഒന്ന്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവ് പറയുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. രണ്ടാമത് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യമുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഒന്നാമത്തെ സെക്ഷനായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒന്ന്, ദൈവരാജ്യം നിങ്ങൾ സമീപയായിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ പുസ്തകത്തിലേക്ക് മുന്നോട്ട് നാം വായിക്കുമ്പോൾ മനസ്സിലാകുകയാണ്, അവർ നടന്ന് അടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ നടുവിലേക്ക് ദൈവരാജ്യം അവരുടെ നടുവിലേക്ക് വന്നു എന്ന് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 17-20. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യമുണ്ട്. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 9:1. ദൈവരാജ്യം പൂർണ്ണ ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്. ദൈവരാജ്യം പൂർണ്ണ ശക്തിയോടെ വരുന്നൊരു സമയമുണ്ടാകും. അതുവരെ ജീവനോടെ ഇരിക്കുന്ന ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം നമുക്കതേ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ അവരുടെ സമീപയായിരുന്നുവെങ്കിൽ കാലം മുന്നോട്ട് ഗമിച്ചപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവരുടെ നടുവിലേക്ക്, അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനിടയായി. ദൈവരാജ്യം അവരുടെ ഇടയിൽ ഉണ്ടാകുവാനിടയായി. അത് പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. അതെങ്ങനെയാണ്? ആ തലമുറയിൽ തന്നെ, ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നതിന് മുമ്പ് ദൈവരാജ്യം എന്തെയും വെളിപ്പെടുവാനിടയാണ്. അത് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിൻ്റെ രാജ്യം എന്താണെന്നും രാജ്യത്തിൻ്റെ പവർ എന്താണെന്നും വെളിപ്പെടുന്ന ഒരു സമയം എന്തെയും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുമെന്ന് കർത്താവ് അവരെ പറഞ്ഞ് ഉറപ്പിക്കുവാനിടയാകും. ഒരു രാജ്യം നിലവിൽ വരുമ്പോൾ, ഒരു രാജ്യം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ, അതിൻ്റെ പ്രവർത്തനക്ഷമത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം അവിടെ പ്രവർത്തനം ആരംഭിക്കും. പ്രവർത്തനം ആരംഭിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളും അവർക്കിടയിലേക്ക് പ്രവർത്തനം ആരംഭിക്കുവാൻ തുടങ്ങുന്നത്. കർത്താവ് പറയുകയാണ്, കുരുടൻ സൗഖ്യമാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, കുരുടൻ കാഴ്ച പ്രാപിക്കുന്നു. ഇതൊക്കെയും കാണുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലയോ? നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ലയോ? ഒരു രാജ്യം അതിൻ്റെ തനതായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് എല്ലാ അധികാരങ്ങളും എന്ത് ചെയ്യണം? കൈവശപ്പെടുത്തണം. കൈവശപ്പെടുത്താതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ രാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല.
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ വിരോധമായിരുന്ന പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുച്ചുവരിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചയെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചട്ടങ്ങൾ നമുക്ക് വിരോധമായിരുന്നു. പിശാചിൻ്റെ ചട്ടങ്ങൾ നമുക്ക് വിരോധമായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷ നമ്മുടെ മേൽ നിന്ന് എന്നേക്കും അവിടുന്ന് നീക്കിക്കളയുവാനിടയായി. നമുക്ക് വിരോധമായിരുന്ന ചട്ടങ്ങൾ നീക്കിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ മേൽ പിശാചിന് വാഴുവാനുള്ള മരണത്തിൻ്റെ അധികാരത്തെ നീക്കിക്കൊണ്ട് അവൻ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിക്കൊണ്ട് എന്നെയും നിങ്ങളെയും അവൻ്റെ രാജ്യത്തിനകത്തേക്ക് ആക്കി വയ്ക്കുവാൻ ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടിയെന്ന്. പിശാചിനോട് പോരാടിയത് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിലാണെങ്കിൽ, അവൻ ആയുധവർഗം വെപ്പിച്ചുവെങ്കിൽ, അവൻ്റെ രാജ്യത്തെ മുടിച്ചു കളഞ്ഞുവെങ്കിൽ, അവൻ്റെ രാജ്യത്ത് നമ്മെ അവകാശിയാക്കുവാൻ വേണ്ടിയാണ്. അതാണ് കൊലോസ്യ ലേഖനം വായിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചുമിരിക്കുന്ന പിതാവിനെ നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് പുത്രനായവൻ നിന്നെ വിടുവിക്കുവാനിടയായി. പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് പറഞ്ഞാൽ അവൻ രാജ്യത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, അവൻ നിന്റെ മേൽ വെച്ചിരുന്ന നിയമ നടപടിയിൽ നിന്ന്, മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ നിന്നെ ആക്കി വെച്ചു. പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചപ്പോൾ ആ രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ, ആ രാജ്യത്തിൻ്റെ രാജാവ് എന്ന് പറഞ്ഞ പുത്രനാണ്. പുത്രനായിരിക്കുന്നിടത്തോളം കാലം നിന്റെ മേൽ അവകാശം എന്ന് പറഞ്ഞ പുത്രനാണ്, കർത്താവിനാണ്. അവനെ എന്ത് ചെയ്യണം? ആക്കി വെച്ചുമിരിക്കുന്ന പിതാവിന് നിങ്ങൾ എന്ത് ചെയ്യണം? നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകുവിനെന്ന് വിശുദ്ധ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ കൊലോസ്യ സഭയെ പറഞ്ഞ് ബോധിപ്പിക്കുക. നിങ്ങളെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുമെന്നല്ല പറഞ്ഞത്, നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്ന, നിങ്ങളെ പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിങ്ങൾ വിടുവിച്ചുവെങ്കിൽ, അവൻ നിങ്ങളെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അവൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഫലത്തിൽ നിന്ന് ഒരുവനെ അവൻ്റെ സിംഹാസനത്തിലിരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. എൻ്റെ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവനെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്നുള്ള വാഗ്ദത്തമുള്ളത് കൊണ്ട് അവനെ മരണത്തിന്, പാതാളത്തിന് വേണ്ടി അവനെ വിട്ടുകളഞ്ഞില്ല. അവനെ ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിച്ചതുമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രവചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം മുൻകൂട്ടി അരുളി ചെയ്തിട്ടുള്ളത് കൊണ്ട് ദൈവം അവന് ദ്രവത്വം കാണുവാൻ അനുവദിച്ചില്ല. അതായത് ദൈവം തമ്പുരാൻ യേശുവിനെ ഉയർപ്പിച്ചത്, തൻ്റെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്നുള്ള വാഗ്ദത്തത്തെ ഓർത്തിട്ടത്രേ. അങ്ങനെയെങ്കിൽ അവനെ ഉയർപ്പിച്ചുവെങ്കിൽ അവനെ ഇരുത്തിയിട്ടില്ലയോ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ, അവൻ സ്വർഗാരോഹണം ചെയ്തുവെങ്കിൽ, അധികാരം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയോ അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുകയോ അല്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. തിരുവെഴുത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ
തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും അവൻ്റെ സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സർവ്വലോകവും പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നവരോട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയണം. സകലത്തിനും മീതെ തലയാകുന്നവൻ, സകലത്തിനും മീതെ എന്ന് പറയുമ്പോൾ പിശാചിനും മീതെ, സർവശക്തിക്കും മീതെ, ഈ ലോകത്തിലുള്ള എല്ലാത്തിനും മീതെ, വരുവാനുള്ളതിനും മീതെ, സകലത്തിനും മീതെ എൻ്റെ കർത്താവിനെ അത്യന്തം മീതെ, സകലത്തിനും മീതെ ഇരുത്തുകയും ചെയ്തു എന്നാണ്. സകല അധികാരത്തോടും കൂടെ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ല അധികാരമില്ലാത്തവനായിട്ടൊന്നല്ല. അവനെ സകലത്തിനും മീതെ രാജാവായിട്ട് എൻ്റെ കർത്താവിനെ അവിടുന്ന് ഇരുത്തിയിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് നാം വായിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ്, ദാവീദിൻ്റെ സിംഹാസനത്തിൽ എൻ്റെ കർത്താവ് ഇനിയും വന്ന് യെരുശലേമിൽ യഹൂദയിൽ വന്നിരിക്കുമെന്ന് പറയുമ്പോൾ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് നാം ഓർക്കണം. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഇനി ഒരുവനും ശുഭം വരികയില്ല. ഒരുവനും, ആർക്കും ശുഭം വരികയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൂട്ടിയാണ്. അവർ ഒരുത്തനും അവിടെ ഇരിക്കത്തില്ല. എൻ്റെ കർത്താവ് എന്ത് ചെയ്യാണ്? ഇപ്പോഴും സകലത്തിനും മീതെ അധികാരിയായിട്ട് അവൻ സ്വർഗത്തിലിരിക്കുമ്പോൾ, അവൻ സകലത്തിനും മീതെയാണ് അധികാരിയായിട്ടിരിക്കുന്നത്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും സകലത്തിൻ്റെ ഉടമസ്ഥനും നീതിമാനും നിത്യനുമായ ദൈവമായിട്ട് എന്നേക്കും രാജാവായിട്ട് അവൻ ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നാം ഇവിടെ പ്രസംഗിച്ചു നടക്കുക, എൻ്റെ കർത്താവ് പിന്നെയും വരുന്നുണ്ട്. അവൻ വന്നിട്ട് യെരുശലേമിലൊരു നല്ല തടികസേരയൊക്കെ ഇട്ട് അവിടെ ഒരു ഇരിപ്പങ്ങിരിക്കുമെന്ന്. അങ്ങനല്ല ദൈവമക്കളെ, തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല, ഈ ലോകത്തിലെ രാജ്യമല്ല എൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ, എൻ്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ വീണ്ടും ലൂക്കോസ് ഉറപ്പിച്ച് പറയുകയാണ്, ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന്. 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കുന്നവരിൽ ചിലർ മരണം ആസ്വദിക്കാത്തവരായിട്ട് ഉണ്ടാകുമെന്ന്. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിലർ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം ജീവനോടെ ഉണ്ടാകുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞുവെങ്കിൽ രാജ്യം എന്ത് ചെയ്യണം? 1-ാം നൂറ്റാണ്ടിൽ വരണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം എന്ത് ചെയ്യണം? നിറവേറിയിട്ടുണ്ടെങ്കിൽ, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എല്ലാ നാമത്തിനും മീതെ, എല്ലാ അധികാരത്തിനും മീതെ അവൻ ഇരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. തിരുവെഴുത്തുകളെ നാം എത്ര ഒടിച്ചു മടക്കിയാലും കൂട്ടിക്കളഞ്ഞാലും അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാലും ഒരാളെയെങ്കിലും ദൈവം നിർത്തും സത്യം പറയാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, തിരുവെഴുത്ത് അങ്ങനെ തന്നെയോ എന്ന് ബെരോബക്കാരെ പോലെ ഒന്ന് പരിശോധിക്കുവാൻ നാം തയ്യാറാകണം. കർത്താവിൻ്റെ തിരുവെഴുത്തിൽ ഒന്നുപോലും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് ആർക്കും ഒരധികാരവുമില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ എൻ്റെ കർത്താവ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ തിരുവെഴുത്തിൽ പഴയ നിയമത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, അനുസരിക്കുന്നത്
യാഗത്തിനേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നു. കർത്താവിൻ്റെ തിരുവെഴുത്ത് എങ്ങനെ തന്നെ എന്ന് അറിഞ്ഞതിനെ അനുസരിക്കുവാൻ നാം തയ്യാറാകണം. പ്രസംഗിക്കുന്നത് മാത്രം കേൾക്കുവാനല്ല. ആ തിരുവെഴുത്ത് അങ്ങനെ തന്നെയാണോ? അതിൻ്റെ ആശയം അങ്ങനെ തന്നെയാണോ? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അങ്ങനെ തന്നെയാണോ? ആ ആശയത്തിൽ തന്നെയാണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന്, പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങളിൽ അങ്ങനെ തന്നെയാണോ അത് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുവാൻ ദൈവമക്കളെ നാം ഒന്ന് തയ്യാറാകണം. ഒന്ന്, നാം അവൻ്റെ രാജ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. രണ്ടാമത്, ആ രാജ്യത്തിൽ അവൻ രാജാവായിരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. ആ രാജ്യത്തിൽ അവൻ രാജാവായിരിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തിനകത്തേക്ക് ആരൊക്കെ കയറുന്നോ, ഞാൻ കയറുന്നോ, നിങ്ങൾ കയറുന്നോ, ആര് കയറുന്നോ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അവൻ്റെ രാജ്യത്തിനകത്തേക്ക് കയറുന്നുവെങ്കിൽ അവൻ്റെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ടാകും, അവൻ്റെ രാജ്യത്തിൻ്റെ സമാധാനം നിനക്കുണ്ടാകും, അവൻ്റെ രാജ്യത്തിൻ്റെ നന്മ നിനക്കുണ്ടാകും. ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതികൾ നിന്നെ സംരക്ഷിക്കുവാൻ മതിയായതാണ്. ആ രാജ്യത്തിൻ്റെ നന്മ നിന്നെ പുലർത്തുവാൻ മതിയായതാണ്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിന്നെ സകലത്തിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായതാണ്. നിന്നെ തെറ്റിൽ നിന്ന് വിടുവിക്കുവാൻ, നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മതിയായതാണ് ആ രാജ്യത്തിൻ്റെ നിയമം. ആ രാജ്യത്തിൻ്റെ ഭരണഘടന നിന്നെ സംരക്ഷിക്കുവാനുള്ളതാണ്. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുവാനിടയായി. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാനിടയായി. പത്രോസ് അതിൻ്റെ നടുവിൽ കിടന്ന് ഉറങ്ങുവാനിടയായി. പത്രോസിന് ഒട്ടും ഉറക്കം വരാതിരുന്നില്ല. നാമൊക്കെയാണ് അതുപോലൊരു പ്രതികൂലത്തിലാകുന്നു എങ്കിൽ ഉറക്കം നഷ്ടപ്പെടും. കൂടെ പിടിച്ച യാക്കോബിൻ്റെ തല വെട്ടിക്കളഞ്ഞു. അടുത്ത ദിവസത്തേക്ക് വെട്ടാൻ വെച്ചിരിക്കുകയാണ് പത്രോസിൻ്റെ തല. ഓർക്കണമേ, പത്രോസ് അവിടെ വളരെ കൃത്യമായിട്ട് കിടന്നുറങ്ങുവാനിടയായി. പത്രോസിന് ഒരു ഭാരം അവിടെ ഉണ്ടായില്ല. പത്രോസിന് വ്യക്തമായിട്ടറിയാം, ഞാൻ നിൽക്കുന്നത് യേശുവിൻ്റെ രാജ്യത്തിലാണ്. അവൻ്റെ രാജ്യത്തിൻ്റെ നിയമം എന്നെ പരിപാലിക്കുവാൻ മതിയായതാ. ഈ രാജ്യത്തിൻ്റെ നിയമം എനിക്ക് ന്യായം തരാത്തപ്പോൾ, എൻ്റെ ജീവിതത്തിൽ ന്യായം നിഷേധിക്കപ്പെടുമ്പോൾ എൻ്റെ ന്യായാധിപതിയായൊരു ദൈവമുണ്ട്. ഞാൻ നിൽക്കുന്ന എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിലാണെങ്കിൽ അവൻ്റെ രാജ്യത്തിനൊരു നിയമവ്യവസ്ഥിതിയുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ നിയമം എനിക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ നിയമം എനിക്ക് അനുകൂലമായി മാറുവാനിടയാകും. കാരണം ഞാൻ അവൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ അവൻ എന്നെ അവിടുന്ന് കരുതുവാൻ മതിയായവനാ. കാരണം അവൻ്റെ രാജ്യത്തിൻ്റെ നിയമമാണത്. കാരണം അവൻ്റെ രക്തം അവകാശമായി തന്നുകൊണ്ടാണ് നിന്നെ വീണ്ടെടുത്തത്. ജയിലറയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോയെന്നോർത്ത് പത്രോസോട് വിഷമിച്ചില്ല. ജീവിതത്തിൽ നാം ഒറ്റപ്പെടുമ്പോൾ, ആരും നമ്മെ കരുതാനില്ലാതെ വരുമ്പോൾ, ദൈവമക്കളെ, നാം ഭയപ്പെടരുത്, നാം ഭാരപ്പെടരുത്. ഒന്നും നാം തിരിച്ചറിയുവാനിടയാകണം, ഞാൻ നിൽക്കുന്നത് അവൻ്റെ രാജ്യത്താണ്. എന്നെ സംരക്ഷിക്കുവാനൊരു നിയമമുണ്ട്. എന്നെ ജയിലറയ്ക്കുള്ളിൽ തള്ളിയാലും, ഈ രാജ്യത്തിൻ്റെ നിയമം എന്നെ ജയിലറയ്ക്കുള്ളിൽ തള്ളിയാലും എന്നെ വിടുവിക്കുവാൻ മതിയായൊരു നിയമമുണ്ട്. എന്നെ വിടുവിക്കുവാൻ മതിയായ ഒരു ഭരണകർത്താവുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്. അവൻ്റെ രാജ്യത്തിൻ്റെ ദൂതന്മാരെ ഇറക്കി വിടുവിക്കുവാൻ മതിയായവനാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലായിക്കൊള്ളട്ടെ, നിന്നെ സംരക്ഷിക്കുന്ന ഒരു രാജാവും നിന്നെ കരുതുന്ന ഒരു നല്ല രാജാവ്, പ്രജകളുടെ ന്യായത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല രാജാവ്, അവൻ നിനക്കായിട്ട് സ്വർഗത്തിലുള്ളത് കൊണ്ട്, അവൻ രാജാവായിട്ട് വാഴുന്നത് കൊണ്ട്, അവൻ്റെ പ്രജയായിരിക്കുന്നിടത്തോളം കാലം നീ ഒന്നിനും കുറവുള്ളവനാകുവാൻ ആ രാജാവ് അനുവദിക്കത്തില്ല. നീ വസ്ത്രമില്ലാത്തവനായിട്ട്, നീ ആഹാരമില്ലാത്തവനായിട്ട്, നീ വീടില്ലാത്തവനായിട്ട്
നടക്കുവാൻ നല്ല രാജാവായ ആ നല്ല ദൈവമായ കർത്താവ് ആ യേശുവിനെ അനുവദിക്കത്തില്ല. കാരണം എന്നോട് ചോദിച്ചു കൊള്ളുക, ഭൂമിയുടെ അറ്റങ്ങളെ നിനക്ക് അവകാശമാക്കി തരുവാൻ മതിയായൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 10-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം, 22-ാം സങ്കീർത്തനം അതിൻ്റെ 28-ാമത്തെ വാക്യം, 59-ാം സങ്കീർത്തനം 13-ാം വാക്യം. യഹോവ എന്നേക്കും രാജാവാകുന്നു. അവൻ എന്നേക്കും രാജാവാണ്. അവൻ കുറച്ചു കാലം രാജാവല്ലാതിരിക്കുമെന്ന് ഒരു വചനത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ എന്നേക്കും രാജാവാ. അവൻ രാജാവായിരിക്കുന്നിടത്തോളം പ്രജയായിരിക്കുന്ന നിനക്ക് അവൻ്റെ രാജ്യത്തിൽ നീ ഉള്ളിടത്തോളം കാലം, അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായിരിക്കുന്നിടത്തോളം എല്ലാ അവകാശവും നിനക്ക് എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാ നന്മയും തന്നിട്ടുണ്ട്. അതനുഭവിക്കുവാൻ, അവൻ്റെ രാജ്യത്തിലേക്ക് വരുവാൻ, ആ രാജ്യം എന്താണെന്നൊന്ന് രുചിച്ചറിയുവാൻ ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിർത്തട്ടെ.